ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ടൊമാറ്റോ റൈസാണ്, അതുപോലെ തന്നെ ബീഫ് പെരട്ടുമാണ്. ഞാൻ ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ജീരകശാല അല്ലെങ്കിൽ ജാസ്മിൻ റൈസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ബസുമതി ആണെങ്കിലും നല്ലതാണ്. ഈ 3 അരികൾ കൊണ്ടാണ് സാധാരണ നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. തക്കാളി റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ അതിലേക്ക് ആവശ്യം 1 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ, 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചതിൻ്റെ പ്യൂരിയാണിത്. പിന്നെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 5 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ആണിത്. കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചേ ചേർക്കാവുള്ളൂ, ഒത്തിരി അധികം ചേർത്താൽ ഭയങ്കര കുത്തലായിരിക്കുമേ. പിന്നെ ഇനി വേണ്ടത് മുളക് പൊടിയാണ്. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, അത് പുറകെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആവശ്യത്തിനുള്ള സ്പൈസസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. ഞാൻ കുക്കറിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ. അരി കുതിരാൻ വെക്കുന്നതിന് ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. അരി കഴുകി വാരിയതിന് ശേഷം വെള്ളം ഊറ്റിയിട്ട് ഇങ്ങനെ പാത്രത്തിൽ വെച്ചാൽ മതി. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അരി ഇതുപോലെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്താൽ മതി. വെള്ളത്തിലിട്ട് വെക്കണമെന്നില്ല. വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോഴേക്കും അരി പൊടിഞ്ഞു പോകാനും പിന്നെ അതുകൊണ്ട് എപ്പോഴും കഴുകി വാരി ഇങ്ങനെ വെച്ചാൽ മതി. കഴുകി വാരി ഒരു പാത്രത്തിലെടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് അരി കുതിർന്ന ഇരിപ്പുണ്ടാകും കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ഞാൻ നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കും. നമ്മൾ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പുതിനയും മല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന 3 ടൊമാറ്റോ ആണ് 1 ഗ്ലാസ് അരിക്ക് എടുത്തിരിക്കുന്നത്. അത് വലിയ ടൊമാറ്റോ അല്ല, ചെറിയ 3 തക്കാളിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ടൊമാറ്റോയിലെ വാട്ടർ കണ്ടൻ്റ് എല്ലാം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വാരി കുതിരാൻ വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം, ഇതുപോലെ വെള്ളം മുഴുവൻ നന്നായിട്ട് ഡ്രൈ ആകണം കേട്ടോ, എന്നിട്ട് മൂക്കണം. അതിന് ശേഷമുള്ള, അല്ലെങ്കിൽ നമ്മൾ അരിക്കൊക്കെ ചേർക്കുന്ന വെള്ളവും ഇതിലെ വെള്ളവും കൂടി കൂടിപ്പോവും. അപ്പോൾ എപ്പോഴും നന്നായിട്ട് ഇത് മൂത്ത് വന്നതിന് ശേഷമുള്ളൂ ചേർത്ത് കൊടുക്കാവുള്ളത്. അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് 1 വിസിലടിച്ചാൽ മതി കേട്ടോ. 1 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കുക്കർ സ്റ്റീമൊക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായെന്നേ. ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, നന്നായിട്ട് ചോറൊക്കെ വെന്തിട്ടുണ്ട്. നല്ല അധികം വെന്തൊന്നും പോയിട്ടില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റൈസാണ്, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ബീഫ് വരട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബീഫ് വരട്ടിയതാണിത്.